ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇഷ്ടം മാത്രം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ആകാശ് രചനയെ മുൻനിർത്തിക്കൊണ്ട് ചില കളികളൊക്കെ കളിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മഹേഷിന് ദേഷ്യം വരുന്ന രീതിയിലൊക്കെ ആകാശ് രചനയെ വെച്ചിട്ട് ചില കാട്ടായങ്ങളൊക്കെ കാണിക്കുമ്പം മഹേഷിൻ്റെ സകല നിയന്ത്രണങ്ങളും ഒക്കെ വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് തൻ്റെ ഭാര്യയായിരുന്ന രചനയെ അവളുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള നമ്മുടെ ആകാശ് ഇങ്ങനെ സ്നേഹിക്കുന്ന ആ ഒരു കാഴ്ച മഹേഷിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. രചനയുടെ ആ ഒരു മുഖത്തെ മറുക് മാത്രം വെച്ചിട്ടാണ് ചിപ്പി മോളെ മഹേഷിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുന്നത്. അങ്ങനെ മഹേഷ് ഈ ഒരു കാഴ്ച കണ്ടതും മഹേഷിന് രണ്ടിനെയും കൂടെ ചവിട്ടി കൂട്ടാനുള്ള ദേഷ്യം തോന്നുന്നത്. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മഹേഷിനെ അവൻ്റെ ആ ഒരു പാർട്ട്ണറായിട്ടുള്ള ആ പുള്ളിക്കാരൻ വിളിച്ചു. മഹേഷ് സാറേ, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. എന്തായാലും ടെൻഡറിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി പിന്നീട് തീരുമാനിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ മഹേഷിനെയും കൂട്ടിയിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവുക. മഹേഷ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൂടി ഈ രചനയെക്കുറിച്ചും ആകാശിനെക്കുറിച്ചും തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പം ആകാശാണെങ്കിലോ എന്തൊക്കെയോ കാര്യങ്ങൾ സ്വന്തമാക്കി എന്തൊക്കെയോ നേട്ടങ്ങൾ നേടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ആലോചിക്കുമ്പോഴത്തേക്കിനും രചന വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഇത്ര ആലോചന? അത് ഇന്ന് ഞാൻ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് നിന്നോട് സ്നേഹമായിട്ടൊക്കെ പെരുമാറിയില്ലേ, ആ കാര്യം മഹേഷിനങ്ങ് ദഹിച്ചിട്ടില്ല. മഹേഷിൻ്റെ മുഖത്തെ ഭാവം ആ സമയത്ത് ശരിക്കും ദേഷ്യമായിരുന്നു അവൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രചനയുടെ അടുത്ത് സംസാരിക്കുക. അപ്പോൾ അവളാണെങ്കിലോ, അയാളെ നമ്മൾ ഉപേക്ഷിച്ചില്ലേ, അയാളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടല്ലേ ഇപ്പോൾ ആകാശിനോടൊപ്പം ജീവിക്കുന്നത്. ആകാശിനറിയാമല്ലോ, സ്വന്തം എൻ്റെ കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ചിട്ട് ആകാശിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ താമസിക്കുന്നത്. അതുകൊണ്ട് ആകാശ് ഇനി മറന്നുപോയ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ടെന്ന് രചന പറയുക. അങ്ങനെയല്ല മോളു, നമുക്ക് അങ്ങനെയല്ല ജീവിക്കേണ്ടുന്നത്. നമുക്ക് ജീവിക്കേണ്ടുന്നത് ആ മഹേഷ് എന്ന് പറയുന്നവനെ തകർത്ത് തരിപ്പണമാക്കണം. ഒരു കാലത്ത് ഞാനും അവനും ഒക്കെ ഒരുപാട് സ്നേഹത്തിൽ ജീവിച്ചത് നിനക്കറിയാലോ. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കാരണമാണ് അവനുമായിട്ടുള്ള ബന്ധമൊക്കെ തകർന്നതും. എന്തായാലും ഇനി അവൻ നശിച്ച് നാറാണക്കല്ല് പിടിക്കുന്ന ആ കാഴ്ച എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശ് രചനയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം രചനയാണെങ്കിൽ ഇതൊക്കെ എന്തിനാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ചിപ്പിമോളെയാണ്. അപ്പം അച്ഛൻ ഓഫീസിൽ നിന്നും ഒക്കെ മടങ്ങി വന്നിട്ട് ചിപ്പിയോട് വലിയ സ്നേഹമായിട്ടൊന്നും പെരുമാറിയില്ല. ആ ഒരു ചെറിയ പിണക്കത്തിലൊക്കെ കൊച്ചവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ആ സമയത്ത് നമ്മുടെ ഇഷിത അങ്ങോട്ട് വന്നു. അവൾ വന്ന പാടെ തന്നെ, എന്താ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്തൊരു സങ്കടം, എന്ത് പറ്റി എൻ്റെ ഫ്രണ്ടിനെന്നൊക്കെ ചോദിക്കുമ്പം, അതെ ഫ്രണ്ടേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഫ്രണ്ട് എന്നോട് സത്യം പറയുമെന്ന് ചിപ്പിമോള് ചോദിക്കുക. അപ്പോഴത്തേക്കിനും ഇഷിത ചോദിച്ചു, എന്ത് വേണമെങ്കിലും ഈ ഫ്രണ്ടിനോട് ചോദിക്കാമല്ലോ, നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേ. എന്താ എൻ്റെ മോളുടെ സംശയം, എന്താ എൻ്റെ മോളുടെ സങ്കടം എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പം, അതെ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കില്ലേ എന്നെ ഉപേക്ഷിച്ചിട്ട് അമ്മ വേറൊരാളുടെ കൂടെ പോയത്. മോളെ, നീ എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവർ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ നിൻ്റെ ഒപ്പം എത്ര ആൾക്കാരാണ് ഉള്ളത്. നിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ നിൻ്റെ ചുറ്റുമുള്ളത്. അതൊക്കെ ശരി തന്നെയാണ് ഫ്രണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം ഇത്രയും കാലമായിട്ടും കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ അച്ഛനും എന്നെ വലിയ കാര്യമായിട്ടൊന്നും ഗൗനിക്കാറില്ല. അതുകൊണ്ട് എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എൻ്റെ അച്ഛൻ അന്ന് തന്നെ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതിരുന്നിട്ട് ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഫ്രണ്ടല്ലേ അതൊക്കെ നടത്തി തന്നേന്ന് ചിപ്പിമോൾ ഇങ്ങനെ പറയുമ്പോൾ ഇഷതയ്ക്ക് കൊച്ചിൻ്റെ സങ്കടമൊക്കെ മനസ്സിലായി. അവളാണെങ്കിൽ മഹേഷിനോട് സംസാരിക്കാം. എന്തായാലും ഇഷിത ഒരു അമ്മയുടെ രീതിയിൽ നമ്മുടെ ചിപ്പിമോളുടെ അടുത്ത് പെരുമാറുകയാണ്. അവൾക്ക് ആ കുഞ്ഞിൻ്റെ ഫീലിങ്സ് ഒക്കെ മനസ്സിലായിട്ട് മഹേഷിൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുക. അപ്പം മഹേഷ് ആണെങ്കിൽ, എന്താ ഡോക്ടറെ, എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അതെ ഉണ്ട്, ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ഫിസിക്കലി മാത്രമല്ല ചികിത്സിക്കുന്നത്, മെൻ്റലിയും കൂടെ ചികിത്സിക്കാറുണ്ട്. എനിക്ക് എന്തായാലും ചിപ്പി മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കി വേണം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനെന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ പറഞ്ഞു വരുന്നത്? മഹേഷിൻ്റെ ഈ ഒരു ചോദ്യമൊക്കെ കേൾക്കുമ്പം ഇഷിതയാണെങ്കിൽ ഒന്നും മറച്ചു വെക്കാതെ മഹേഷിന് മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
ശരിക്ക് ചിപ്പി മോളെ പോലെയുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവരുടെ അമ്മയുടെ സ്നേഹം അറിഞ്ഞു തന്നെ വളരണ്ടേ. അപ്പം അമ്മയുടെ സ്നേഹം അറിയാതെ പോകുന്നതാണ് ചിപ്പിമോളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം. ആ ഒരു സങ്കടത്തിൽ നിന്നും ചിപ്പിമോൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വിചാരിക്കണമെന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അവളുടെ അമ്മ ഇപ്പം അവളുടെ കൂടെ ഇല്ല. അവളെ തിരിച്ചു കൊണ്ടുവരാനും ഞാനൊട്ടും ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ ഡോക്ടർ എന്താ ഉദ്ദേശിച്ച് വരുന്നത്? അതെ, അവളുടെ അമ്മയെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റാരെങ്കിലും കൊണ്ടുവരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് ഡോക്ടറെ, എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ഡോക്ടറിന് നല്ല നിശ്ചയമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പം എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് മഹേഷ് ചെറിയൊരു ഗൗരവത്തിൽ അവിടെ നിന്ന് അങ്ങ് നടന്നു പോകുമ്പം ഇഷിത പറഞ്ഞു, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ല. കുഞ്ഞിനെ ഇതെല്ലാം ഒരുപാട് ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. കുഞ്ഞിൻ്റെ ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അതിൻ്റെ അച്ഛനും അച്ഛമ്മയും ഒക്കെ തന്നെയല്ലേ? അതെ, അതൊക്കെ ശരി തന്നെയാ. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില പരിമിതികളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. അതെ മിസ്റ്റർ, നിങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തിനാ പിന്നെ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചിട്ട് എന്ത് കിട്ടാനാന്നൊക്കെ പറഞ്ഞ് ഈഷിത നമ്മുടെ മഹേഷിനോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പം മഹേഷ് ആണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു ദുരന്തങ്ങൾ ഡോക്ടറോട് വെളിപ്പെടുത്താൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.